ഇതെന്ത് ഇവിടെ ഉണ്ടായാവോ? ആകെ 10-60 ഫോളോവേഴ്സുള്ള എനിക്ക് 200 വ്യൂസ് കിടക്കാത്ത എൻ്റെ വീഡിയോസിന് 20,000 കിടന്നേക്കുന്ന വ്യൂസ്. ജോലിയില്ലാത്തത് വീട്ടുകാർ മാത്രം മുന്നേ അറിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, അപ്പോൾ നാട്ടുകാരും കൂടെ അറിഞ്ഞു. സംഭവം എന്തായാലും കൊള്ളാം. കുറേ പേര് ജോലി എങ്ങനെ കണ്ടുപിടിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഗൈഡൻസ് തരുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ ജോലിയുടെ സൈറ്റും കാര്യങ്ങളൊക്കെ അയച്ചു തരുന്നുണ്ട്. അപ്പോൾ അതിനൊരു താങ്ക് യു കേട്ടോ. അപ്പോൾ ഇനി ഈ റൂട്ടൊന്ന് മാറ്റി പിടിച്ചേക്കാം. നിങ്ങൾ പറഞ്ഞേക്കുന്ന സജഷൻസ് അഡ്വൈസൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ സി വിയിലും അതുപോലെ തന്നെ എൻ്റെ ജോലി അപ്ലൈ ചെയ്യുന്ന രീതിയിലൊക്കെ ഒന്ന് വ്യത്യാസം വരുത്തിയിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, എങ്ങനെയാണ് ജോലി കിട്ടുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ. എൻ്റെ എക്സ്പീരിയൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ മെയിൻ പ്രോബ്ലം ആയിട്ട് വരുന്നത്. കാരണം എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ മാഞ്ചസ്റ്റർ സ്റ്റേഡിയത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ കേരള വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പരസ്പര ബന്ധമില്ലാത്ത ചിതറി കിടക്കുന്ന എക്സ്പീരിയൻസ് പരമ്പരയാണ് എനിക്കുള്ളത്. അപ്പോൾ ഈ ചിതറി കിടക്കുന്ന എൻ്റെ എക്സ്പീരിയൻസിനെല്ലാം കൂടെ ഒന്നിച്ചങ്ങനെ സി വിക്കകത്ത് ഇടാന്നുള്ളതാണ് എൻ്റെ മെയിൻ ടാസ്ക്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ചെയ്തു തരാനായിട്ട് നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ സി വി സപ്പോർട്ട് ഉണ്ട്. ഞാൻ അവിടെ നിന്ന് പഠിച്ചിറങ്ങിയെങ്കിലും തിരിച്ച് കയറും ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ടൊന്ന് ചോദിച്ചു നോക്കട്ടെ എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ വരുത്താൻ പറ്റുക എന്നുള്ളത്. അതും കൂടെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യാനാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു നിഗമനം വരുന്നത്. പിന്നെ അത്യാവശ്യം നമ്മുടെ കൗൺസിൽ സൈറ്റിലോ അല്ലെങ്കിൽ NHS അങ്ങനത്തെ വലിയ കമ്പനികളിലൊക്കെ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് സെപ്പറേറ്റ് അപ്ലിക്കേഷൻ ഫോമാണ് വരുന്നത്. അതുപോലെ തന്നെ 10-20 സെക്ഷൻസിനകത്ത് 600-700 വേർഡ്സ് വെച്ച് ഈച്ച് പേജ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത്രയൊക്കെ എഴുതിയിരുമ്പോഴേക്കും എനിക്ക് മടുത്തു പോകും. അങ്ങനെ എനിക്കിഷ്ടപ്പെട്ട ജോലി എങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ള 1000 ചോദ്യങ്ങളും അതിന് ഉത്തരങ്ങളും തേടി എൻ്റെ യാത്ര തുടരുകയാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.